ആ വശത്തോട്ട് പോയാൽ ഗൗതമന്റെ വീടിന്റെ അടുത്ത് ചെല്ലും. ഞാൻ ചത്താലും അങ്ങോട്ട് വരില്ല. വൈ ഉടക്കിലാണെന്നേ. എന്തിനാന്ന് പറഞ്ഞില്ലല്ലോ. അന്ന് ഗൗതമനോട് ഈ പറഞ്ഞതുപോലെ സെയിം ഡയലോഗ് ഞാൻ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? നിനക്ക് എന്താടാ കുറവ്? നിന്റെ അമ്മാവന്റെ മകൾ ശിവാനിയെ കല്യാണം കഴിച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് നിനക്ക് കിട്ടില്ലേ എന്ന്. എന്നിട്ട് എന്ത് പറഞ്ഞു? മാസ്റ്റർ മാസ്റ്റർ എന്തിനാ കരയുന്നേ? അത് പറഞ്ഞതിന് അവൻ എന്റെ മൂക്കിടിച്ച് ചമ്മന്തിയാക്കി. റിങ്ങില് ഞാൻ ചിലപ്പോ സിംഹമായിരിക്കും, പക്ഷെ ഗൗതമന്റെ ഇടി കൊണ്ട് ഞാൻ ചുരുണ്ടുപോയി. എന്നെ കെട്ടണോന്ന് പറഞ്ഞപ്പോ നിങ്ങളെ തല്ലിയല്ലേ? ഞാൻ ബോക്സർ ആണെന്ന് പറഞ്ഞിട്ടും എന്റെ ബോക്സ് അവൻ ഇടിച്ച് പൊട്ടിച്ചു. മാസ്റ്റർ, നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാനുള്ള സമയമായി എന്ന് തന്നെ കരുതിക്കോ. എങ്ങനെ മോളെ? ശ്രീദേവിക്ക് നിങ്ങൾ ബോക്സിംഗ് പഠിപ്പിച്ചു കൊടുക്കുമല്ലോ. ശ്രീദേവി എന്ന് പറഞ്ഞ ഗൗതമിന്റെ മൂന്നാമത്തെ അനിയത്തി. നിങ്ങൾ അവളുടെ മാസ്റ്റർ ആയാൽ ഗൗതം എന്തായാലും കയ്യെ കെട്ടി നിക്കണമല്ലോ. അപ്പൊ നിങ്ങൾ പഞ്ച് കൊടുത്താലും എന്ത് കൊടുത്താലും അത് നിങ്ങളുടെ ഇഷ്ടം. നെഞ്ചത്തിടിക്കോ മോന്തക്കിടിക്കോ എന്ത് വേണോ ചെയ്യാം. നിങ്ങളുടെ ധൈര്യം കാണിക്കും മാസ്റ്റർ. എന്താ ശരിയല്ലേ മാസ്റ്റർ? മാസ്റ്റർ എന്തിനിങ്ങനെ ഓടുന്നേ? ഞാൻ ഓടിയതല്ല മോളെ, രക്ഷപ്പെടാൻ നോക്കുക. ഒരു പെണ്ണിനെ ബോക്സിംഗ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ഏതോ ഒരു പെണ്ണെന്നാ വിചാരിച്ചേ. പോയി ഗൗതമന്റെ അനിയത്തിക്ക് കോച്ചിങ് കൊടുത്താലേ എനിക്ക് മെഡലല്ല കിട്ടുന്നത്, എന്റെ കഴുത്തിൽ മാലയിട്ട് വിളക്ക് കത്തിക്കേണ്ടി വരും. എന്നെ വിടണ്ട മോളെ. മാസ്റ്റർ തന്നെ പേടിച്ചോടുന്നല്ലോ. ഈ സ്ഥലത്ത് ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പണിയില്ലാത്തവർക്ക് ഇവിടേക്ക് പ്രവേശനം ഇല്ല. വരരുതെന്ന് പറഞ്ഞാൽ ഞാൻ വരും. നമ്മൾ ജോലിക്കാരെയും വിളിച്ചിട്ടില്ലല്ലോടാ. ഹലോ, നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? നിന്നെ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ നിന്റെ പുറകിൽ നായ്ക്കളൊന്നുമില്ലല്ലോ. എന്റെ കൂടെ എന്തിനാ നായ? അല്ല, നായ്ക്കളെപ്പോഴും നിന്റെ കൂടെ ഉള്ളതുകൊണ്ട് ചോദിച്ചതാ. അല്ല, നിങ്ങൾ എന്തിനാ ചിരിക്കുന്നേ? ഞാൻ ഇവിടേക്ക് വന്നത് തന്നെ നിങ്ങളുടെ ഏട്ടനൊരു പണി കൊടുക്കാനാ. എന്റെ ചേച്ചി, ചേട്ടൻ ഇവിടെ ഇച്ചിരി പണിയില്ല. ചേച്ചി പോയിട്ട് പിന്നെ വാ. ഈ കല്ലിലും മണ്ണിലും ഒക്കെ പണിയെടുക്കുന്നതിനാണോ ഇത്ര വലിയ പണിയെന്ന് പറയുന്നത്? ഞങ്ങളുടെ ഏട്ടൻ മോശമായി കിടക്കുന്ന റോഡൊക്കെ ശരിയാക്കാ ശിവാനി. നാളെ നമ്മുടെ ലക്ഷ്മി ചേച്ചിയെ പെണ്ണാണ് ആൾക്കാർ വരുന്നില്ലേ? അതിനുവേണ്ടി ബോർഡൊക്കെ വെച്ച് ഇത്ര വലിയ ബിൽഡപ്പിന്റെ ആവശ്യമുണ്ടോ? അത് നന്ദുചേട്ടന്റെ പണിയാ. ശിവാനി, അവിടെ നിന്നാ വല്ല കല്ലും കൊള്ളും. നീ ഇങ്ങി വന്നേ, ചെടി നടാ. ചെല്ല്, ഓരോരുത്തർക്ക് ഓരോ ജോലികൾ പറഞ്ഞിട്ടുണ്ട്. ആ ചെടി എടുത്തിട്ട് വാ ശിവാനി. ഞാൻ മൺവെട്ടിയെ എടുക്കൂ. ഇത് പെമ്പിള്ളേർക്ക് പറ്റിയ ജോലി അല്ല ചേച്ചി. അങ്ങനെയാണെങ്കിൽ നീ ചെന്ന് ചെടി നടാൻ നോക്ക്. ചേട്ടാ. ലക്ഷ്മി, ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഈ റോഡ് ആരാ ആദ്യം നികത്തി തീർക്കുന്നതെന്ന് ബെറ്റ് വയ്ക്കാം. നിങ്ങളുടെ ഏട്ടനാണോ ജയിക്കുന്നത് അതോ ഞാനാണോ ജയിക്കുന്നതെന്ന് നോക്കാം. ഏട്ടാ, ചേച്ചി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ശിവാനിയുടെ ശക്തി എന്താന്ന് കാണട്ടെ. അതിനുശേഷം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാക്കാം. തോറ്റു കൊടുക്കാൻ വേണ്ടിട്ടല്ല, ജയിക്കാൻ വേണ്ടിട്ടാ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നെ. ഗൗതം ചേട്ടൻ തന്നെ ജയിക്കും. ശിവാനിയെ കണ്ടിട്ട് തളരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീറ്റിയൊന്ന് കുറച്ചാലല്ലേ ക്ഷീണിക്കാതിരിക്കൂ.
എന്റെ ഭക്ഷണത്തെ കുറിച്ച് ഇവിടെ പറയേണ്ട കാര്യം എന്താ? നിങ്ങളുടെ അനിയത്തിമാരുടെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട. ഹും. ഹും. വഴക്കിടാതെ മത്സരിക്കാൻ നോക്ക്, കാണട്ടെ. കമോൺ ശിവാനി. ഏട്ടാ സൂക്ഷിക്കണേ, ശിവാനി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നേ. വരാൻ പറ മോളെ, നമുക്ക് നോക്കാം. ഇത് ചേട്ടന്റെ സൈഡ്, അത് ചേച്ചിയുടെ സൈഡ്. ഓ റെഡി? 1 2 3 സ്റ്റാർട്ട്. ഏയ് ശിവാനി, ഫാസ്റ്റ്, കം ഓൺ കം ഓൺ. ശിവാനി ശിവാനി കം ഓൺ. ശിവാനി കമോൺ, ശിവാനി പെട്ടെന്ന് വാ. ശിവാനി പെട്ടെന്ന് എടുക്ക്. വാ വാ വാ. ശിവാനി കം ഓൺ. കമോൺ ശിവാനി കമോൺ. പെട്ടെന്ന് വാ ശിവാനി, അല്ലെങ്കിൽ ഏട്ടൻ ജയിക്കും. കം ഓൺ ശിവാനി കം ഓൺ. ഏട്ടൻ വാ, വേഗം വാ ശിവാനി. അത് വലിയ മുറിവൊന്നുമല്ല, വിട്ടേക്ക്. മാറി. ശിവാനി സമ്മതിക്കണം, മുറിവ് പറ്റിയിട്ടും ജോലി ചെയ്യുന്നത് കണ്ടില്ലേ? ശിവാനി പിടിവാശിക്കാരിയല്ലേ? ശിവാനി ജയിക്കുകയാണെങ്കിൽ അവള് വേദന എന്നെ മറക്കും. പക്ഷെ ഏട്ടൻ ജയിക്കുന്ന തോന്നുന്നു. ശിവാനി സൂക്ഷിച്ച്. ശിവാനി ഫാസ്റ്റ്. ശിവാനി ഏട്ടനെക്കാളും സ്പീഡിൽ ചെയ്യുന്നുണ്ട്. ജയിക്കുമെന്നാ തോന്നുന്നേ. ശിവാനി തന്നെ ജയിക്കുമായിരിക്കും അല്ലേ? ശിവാനി ജയിച്ചു. ചേട്ടാ എന്താ ഇത്? ചേട്ടാ എന്തിനാ തോറ്റു കൊടുത്തേ? എൻ്റെ സഹോദരിമാരുടെ സന്തോഷത്തിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഞാൻ തോറ്റു കൊടുക്കുന്നതിന് എന്തിനാടാ വിഷമിക്കുന്നത്? ഇതാ മോനെ. താങ്ക്സ് അമ്മേ.
അമ്മയോട് താങ്ക്സ് പറയണോ? അമ്മയോട് തീർച്ചയായിട്ടും താങ്ക്സ് പറയണം. വീട്ടിൽ ജോലിക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇനി ശരീരത്തിന് ആരോഗ്യം ഇല്ലെങ്കിലും ശരി, ഞങ്ങൾക്ക് വേണ്ടി അമ്മ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അമ്മ ശിവാനി, കാലിനെന്താ പറ്റിയത്? ഇവിടെ ഇരിക്കേ. ഓ എന്റെ അമ്മേ, എന്താ പറ്റിയെന്ന് പറ. ജയിച്ച സന്തോഷം കാരണം കാലിലെ വേദനയൊക്കെ ആ സമയത്ത് മറന്നുപോയി വല്യമ്മേ. വീണ്ടും കബഡി കളിക്കാൻ പോയല്ലേ? ഇല്ല ഇല്ല, ഗൗതം ചേട്ടനോട് മത്സരിച്ച് ജയിച്ചിട്ടാ ഞാൻ വന്നത്. എന്താ, നീ ജയിക്കുകയും എന്റെ മരുമകൻ തോറ്റുപോവുകയും ചെയ്തെന്നോ? ഇത് ശിവാനിയാ കളത്തിലിറങ്ങിയ. അയ്യോ അയ്യോ, ദേവ എന്താടാ നോക്കിയിരിക്കുന്നേ? അനിയത്തിയുടെ കാലിനെന്താ പറ്റിയ നോക്ക്. ദേവ, എന്താ പറ്റിയെന്ന് നോക്കാൻ പറഞ്ഞപ്പോ അവൻ എഴുന്നേറ്റ് പോകുന്നു. എനിക്കറിയില്ല. അതെന്ത് മത്സരമായിരുന്നു? ഗൗതം ചേട്ടന്റെ അനിയത്തിയെ പെണ്ണ് കാണാനായി ആരോ വീട്ടിലേക്ക് വരുന്നുണ്ടത്രേ. പെണ്ണ് കാണാൻ വരുമ്പോ തന്നെ വീട്ടിന് മുന്നിലുള്ള റോഡൊക്കെ ശരിയാക്കാന്ന് വെച്ചാല് കല്യാണം വരുമ്പോ ആകാശം മുട്ടേ പന്തലിടുമായിരിക്കുമല്ലോ. ഇവിടെയാ. ഏട്ടോ പതുക്കെ. റോഡ് പണിയൊക്കെ ചെയ്താ ആണായ എനിക്ക് പോലും കൈയും കാലും ഒക്കെ വേദനിക്കും. നിന്നെ കൊണ്ട് കഴിയില്ല, നീ മാറിപ്പോ എന്നൊക്കെ പറഞ്ഞപ്പോ ഇനി ദേഷ്യം വന്നു വല്യമ്മേ. അതുകൊണ്ട് ഞാനും തലയിലൊരു തുണിയൊക്കെ കെട്ടിയിട്ട് മൺവെട്ടി എടുത്ത് ബെറ്റും വെച്ച് അതിൽ ജയിക്കുകയും ചെയ്തു. ആ പ്രോസസ്സിൽ സംഭവിച്ച മുറിവായത്. അതിരിക്കട്ടെ, നാളെ വരുന്ന ചെറുക്കൻ ഉറപ്പായിട്ടും ലക്ഷ്മി വിവാഹം കഴിക്കുവോ? എന്തുകൊണ്ട് കല്യാണം കഴിക്കില്ല? അവൾക്ക് എന്താ ഒരു കുറവ്? ഗൗതമും വല്യച്ഛനും തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ലക്ഷ്മി ഇന്ന് ഈ വീട്ടിലെ മരുമകളായേനെ. ഗൗതം ചേട്ടൻ ആരുടെ കാര്യത്തിലും തലയിടാറില്ല. എന്നാ ചേട്ടനോട് ആരെങ്കിലും വഴക്കിന് ചെന്നാ ചെല്ലുന്നവരെ അങ്ങനെ വെറുതെ വിടാറുമില്ല. അതിപ്പോ വല്യച്ഛനായിരുന്നാലും ശരി, എത്ര വലിയ വീരനായിരുന്നാലും ശരി. ഏട്ടോ, സോറി, നിനക്ക് വേദന എത്ര ഉണ്ടെന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ. വല്യമ്മയ്ക്ക് ഇത്രയായിട്ട് മതിയായില്ലേ? വല്യച്ഛൻ കാരണം വല്യമ്മയും ഞാനും ഒക്കെ അനുഭവിക്കുന്നതൊന്നും പോരാഞ്ഞിട്ടാ ലക്ഷ്മിയും കൂടെ മരുമകളാക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. പാവം പിടിച്ച ആ ലക്ഷ്മി ഇവിടേക്ക് മരുമകളായിട്ട് അങ്ങനെ വന്ന ഇവിടെ കിടന്ന് അനുഭവിക്കും. ലക്ഷ്മി വളരെ നല്ല കുട്ടിയല്ലേ, തങ്കപ്പെട്ടവൾ. ദേവ, നീ പറയും മോനെ, ലക്ഷ്മി നിന്റെ ഭാര്യയായിരുന്നെങ്കിൽ നീ അവളെ നന്നായി നോക്കില്ലായിരുന്നു? മരുമകളെയും സ്വന്തം മകളായി കാണുന്ന അമ്മയാണ് എനിക്ക് എന്നും വഴികാട്ടിയായിരിക്കുന്നത്. ലക്ഷ്മി, കൈ കാണിച്ചേ. ഗൗതമേട്ടൻ മൈലാഞ്ചി ഇടാൻ പോവാ.
കൈ നല്ലതുപോലെ ചുവന്നു വരണം. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ മൈലാഞ്ചി ഇടണമെങ്കിൽ ഇത് തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേട്ടൊന്ന് വെയിറ്റ് ചെയ്യ്. ദേ നോക്കിയ പിള്ളേരെ, പെണ്ണ് കാണാൻ വരുന്നത് നിങ്ങളെയൊന്നുമല്ല, ലക്ഷ്മിയെ കാണാൻ വരുന്നത്. അവളുടെ കയ്യിൽ മാത്രം മൈലാഞ്ചി ഇടുന്നതായിരിക്കും ഭംഗിയും നല്ലത്. ദേ നോക്കുന്നത് ചേട്ടാ, ഗൗതമേട്ടൻ എന്ത് വാങ്ങിയിട്ട് വന്നാലും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായിട്ട് തരും. ആ പെണ്ണ് കാണലും അങ്ങനെയാണോ? ഉം. ഡാ, മരക്കഴുതേ, അർത്ഥം അറിയാതെ കാര്യം സംസാരിക്കാൻ നിൽക്കല്ലേ. ചേട്ടാ, ആദ്യം എന്റെ കയ്യിൽ മൈലാഞ്ചി ഇടുവോ? എന്നല്ലേ ഏട്ടന് കൂടുതൽ ഇഷ്ടം? എന്നെ ഏട്ടന് കൂടുതൽ ഇഷ്ടം. ഞാനല്ലേ ഏറ്റവും ഇളയത്, എന്നെയാ കൂടുതൽ ഇഷ്ടം. ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാനല്ലേ. ഗൗരി, വഴക്ക് കൂടാതിരിക്ക. ഏട്ടാ, മൈലാഞ്ചി ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതെങ്ങനെ ശരിയാവും മോളെ? ജീവിതകാലം മുഴുവൻ നിന്റെ കൈ പിടിക്കാൻ പോകുന്ന ആൾക്ക് ഈ കൈ കാണുമ്പോൾ ഭംഗി തോന്നണ്ടേ? കല്യാണ പെണ്ണിന്റെ അനിയത്തിമാരും സുന്ദരികളായിരിക്കണ്ടേ ഏട്ടാ? അതെ ഏട്ടാ. ഇതൊരു പ്രശ്നമാണല്ലോ. എന്തിനാ ഏട്ടൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ഈ പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണത്? ടട്ടടാ, നാല് പെങ്ങന്മാരും എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മൈലാഞ്ചി കയ്യിലിടാൻ അടിയുണ്ടാക്കി കൈ നീട്ടി ചേട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതുണ്ട്. ലക്ഷ്മിയുടെയും ഗൗരിയുടെയും ശ്രീദേവിയുടെയും ദുർഗയുടെയും പേര് 4 പേപ്പറിലായിട്ട് എഴുതി ഈ ഡപ്പയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. ആരുടെ പേര് ആദ്യം എടുക്കുന്നോ അവർക്ക് മൈലാഞ്ചി ഇട്ടെടുക്ക്. പ്രശ്നം തീർന്നില്ലേ? ഈ ഐഡിയ നന്നായിട്ടുണ്ട്. നീ എന്തായാലും മണ്ടനല്ല, കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ട്. സബാഷ്, നിങ്ങൾ ശ്രദ്ധിക്കാത്തണ്ട. ഇതൊക്കെ എന്ത് ഇനിയും കാണാൻ കിടക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ അല്ലേ? ഞങ്ങൾക്കൊക്കെ ഡീൽ ഓക്കേ. ഏട്ടാ, ഏട്ടൻ തന്നെ ആ ചീട്ടെടുക്ക്. ശരി. ആരുടെ പേരാ വന്നേ ഏട്ടാ? ലക്ഷ്മി. ശരി, ചേച്ചിയുടെ ഐശ്വര്യമുള്ള കൈ അങ്ങോട്ട് കാണിക്ക. ഇനി അടുത്ത ചീട്ടെടുക്ക. അടുത്ത ആരുടെ പേരാണോ വരുന്നത് അവർക്കാണ് മൈലാഞ്ചി ഇടേണ്ടത്. അയ്യോ, അത് വേണ്ട. ഇനി വേണ്ട. നിക്ക്. അത് എന്താന്ന് വെച്ചാ, അയ്യോ വേണ്ട മോളെ. അവൻ ചത്തുപോത്തേ ഉള്ളൂ. അത് തുറക്കരുത്. അയ്യോ വേണ്ട. അവിടെ നിൽക്കും. അത് പിന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അത് വേണ്ട, നമുക്ക് വേറെ എഴുതാം. അയ്യോ പിള്ളേരെ, കൂൾ. എന്തു പറ്റി മക്കളെ അങ്ങനെ നോക്കുന്നത്? എല്ലാ ചീട്ടിലും ലക്ഷ്മിയുടെ പേര് മാത്രമേ ഉള്ളൂ.
അത് പിന്നെ ഇത് ചീട്ടല്ല ചീറ്റിങ്ങാ. ആ, അയ്യോ വേണ്ട. എന്താടാ രാജു, മുതലാളി, മദ്യത്തിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ നിനക്ക് എന്ത് തോന്നും? ഒരുപാട് വെള്ളം ചേർത്താ ഇതിന്റെ പവർ പോകും മുതലാളി. അറിയാമല്ലോ അല്ലേ? മതി, നിർത്ത്. ശരി മുതലാളി. അപ്പോ ഇത് കൂടുതൽ കഴിച്ചാൽ എന്റെ ശക്തി കുറഞ്ഞു പോകും എന്നാണ് അതിനർത്ഥം. അങ്ങനെയെങ്കിൽ അവൻ പറഞ്ഞത് ചെയ്താൽ എന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കും. ഞാൻ തന്നെ വരുമായിരുന്നല്ലോ. കൊച്ചു മുതലാളി, എന്തിനാത്? വേറെന്തിനാ മോനെ, സന്ധ്യയായതും മദ്യപിക്കാൻ തുടങ്ങിയല്ലോ. അച്ഛന് വേറെ ഒരു പണിയില്ലേ? എന്റെ ചേട്ടന്റെ മോൻ ഗൗതമിനെ കുറിച്ച് ഓർമ്മ വന്നാ മതി, അദ്ദേഹത്തിന് ഇതും ഓർമ്മ വരും. ഇത് ഞാൻ കൊണ്ടുവരാം, നീ വയ്ക്കോ. അവിടേക്ക് നീ എന്തിനാ മോനെ പോകുന്നത്? വെറുതെ ഇരിക്കുമ്പോൾ പോലും അമ്മയെ വഴക്ക് പറയല്ലേ ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോ കുടിച്ചു കഴിഞ്ഞാൽ അമ്മ എന്തുമാത്രം വഴക്ക് പറയായിരിക്കും. എനിക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതവിടെ കൊണ്ടുവച്ച് അയാളൊരു പാഠം പഠിപ്പിച്ചാൽ മാത്രമേ ഇനി ഇങ്ങനെ ചെയ്യാതിരിക്കൂ. നീ എന്തിനാ കൊണ്ടുവന്നത്? അച്ഛനെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ബാറിൽ പോണം. അതിന് പാതിരാത്രി വരെ ഇരിക്കോ വെളുക്ക് വരെ ഇരിക്കോ എന്നുള്ളത് അച്ഛൻ്റെ ഇഷ്ടമാണ്.